റിയൽ എസ്റ്റേറ്റ് ലോകത്തെ അതികായന്മാരിൽ ഒരാളായിരുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗം സൗത്ത് ഇന്ത്യയിലെ ബിസിനസ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒന്നായിരുന്നു. ഒരു സാധാരണ സംരംഭകനിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുള്ള ഒരു വമ്പൻ സാമ്രാജ്യത്തിൻ്റെ അധിപനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച വിസ്മയകരമായിരുന്നു. എന്നാൽ ആ തിളക്കമാർന്ന വിജയഗാഥയ്ക്ക് പിന്നിൽ വലിയൊരു സംഘർഷത്തിൻ്റെ നിഴൽ വീണിരുന്നുവെന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബംഗളൂരുവിലെ ലാംഗ്ഫോർഡ് റോഡിലുള്ള ഓഫീസിൽ വെടിയേറ്റ നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയതോടെ ഒരു വലിയ വ്യവസായ ഗ്രൂപ്പിൻ്റെ ഉള്ളറകളിലെ രഹസ്യങ്ങളിലേക്കും റോയി നേരിട്ടിരുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലേക്കുമാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിക്കുന്നത്. ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡുകളും അതിനു പിന്നാലെയുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളും ഒരു മനുഷ്യനെ എങ്ങനെ തളർത്തും എന്നതിൻ്റെ ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ്. CJ റോയിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കേരളത്തിലേക്കും ദുബായിലേക്കും തങ്ങളുടെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കേവലം ഒരു ആത്മഹത്യ എന്നതിലപ്പുറം ഈ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അങ്ങേയറ്റം സങ്കീർണമാണെന്നാണ് പ്രാഥമിക നിഗമനം. റോയിയുടെ കഴിഞ്ഞ 3 മാസത്തെ ഫോൺ കോൾ റെക്കോർഡുകളും അദ്ദേഹവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്ന 20ഓളം പേരുടെ മൊഴികളും ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു. ഇതിൽ റോയിയുടെ ബിസിനസ് പങ്കാളികളും അടുത്ത സുഹൃത്തുക്കളും ഉൾപ്പെടുന്നു. എന്നാൽ ഈ മൊഴികളെല്ലാം പോലീസിനെ കൂടുതൽ കുഴപ്പിക്കുന്നവയാണ്. തങ്ങൾ കണ്ടപ്പോഴെല്ലാം റോയ് അതീവ സന്തോഷവാനായിരുന്നുവെന്നും അത്തരത്തിൽ ഒരു കടുത്ത തീരുമാനമെടുക്കാൻ തക്കവണ്ണമുള്ള വ്യക്തിപരമായോ തൊഴിൽപരമായോ ഉള്ള പ്രശ്നങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നില്ല എന്നുമാണ് സുഹൃത്തുക്കൾ മൊഴി നൽകിയിരിക്കുന്നത്. റോയിയുടെ ബിസിനസ് പങ്കാളികൾ, കുടുംബാംഗങ്ങൾ, ബോർഡ് അംഗങ്ങൾ എന്നിവരിലേക്ക് അന്വേഷണം നീളുമ്പോൾ ഒരു വമ്പൻ സാമ്പത്തിക സ്രോതസ്സിന്റെ ഉറവിടങ്ങളിലെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി SIT കൊച്ചിയിലെത്തുന്നത് കേരളത്തിലെ അദ്ദേഹത്തിന്റെ ഇടപാടുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കാനാണ്. റോയ് അവസാനമായി ബന്ധപ്പെട്ടത് ആരോടൊക്കെയാണ്, നിരന്തരമായി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചവർ ആരൊക്കെയാണ്, ആരെങ്കിലും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നിരന്തരം വിളിച്ചവരെ ചോദ്യം ചെയ്യാനുള്ള പട്ടികയും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. റോയിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ ഏറ്റവും വലിയ സവിശേഷതയായി അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത് തൻ്റെ പ്രോജക്റ്റുകൾക്കായി ബാങ്ക് വായ്പകൾ എടുക്കാറില്ല എന്നതായിരുന്നു. സാധാരണയായി റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വൻകിട പ്രോജക്റ്റുകൾ ബാങ്ക് ലോണുകളെ ആശ്രയിച്ചാണ് നീങ്ങാറുള്ളത്. എന്നാൽ കടം വാങ്ങാതെയും ബാങ്ക് വായ്പകൾ ഇല്ലാതെയും എങ്ങനെയാണ് ഇത്രയും വമ്പൻ പ്രോജക്റ്റുകൾ റോയ് നടപ്പിലാക്കിയിരുന്നത് എന്നത് SITയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമസ്യയാണ്. ഈ സാമ്പത്തിക മാതൃകയുടെ സുതാര്യതയെക്കുറിച്ചും പണം എവിടെ നിന്ന് വരുന്നു എന്നതിനെക്കുറിച്ചും ആദായനികുതി വകുപ്പ് ദീർഘകാലമായി നിരീക്ഷണം നടത്തിയിരുന്നു. ആദായനികുതി റെയ്ഡുകൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തിയെന്നും അതിനു പിന്നാലെ നിക്ഷേപകരിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അധികമായിരുന്നുവെന്നും സൂചനകളുണ്ട്. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബോർഡ് അംഗങ്ങളിലേക്കും റോയിയുടെ കുടുംബാംഗങ്ങളിലേക്കുമാണ് നീളുന്നത്. റോയ് അവസാനമായി പങ്കെടുത്ത ബോർഡ് മീറ്റിംഗിൽ എന്തൊക്കെ ചർച്ചകൾ നടന്നു എന്നതിനെക്കുറിച്ച് പോലീസ് വീണ്ടും വിശദമായി അന്വേഷിക്കും. മീറ്റിംഗിൽ ആരെങ്കിലും അദ്ദേഹത്തെ എതിർത്തിരുന്നോ അതോ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നോ എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. കമ്പനിയുടെ ഭാവി പദ്ധതികളെക്കുറിച്ചും നിക്ഷേപകരിൽ നിന്നുള്ള സമ്മർദ്ദത്തെക്കുറിച്ചും ബോർഡ് അംഗങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. റോയിയുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാനുള്ള നീക്കവും ശക്തമാണ്. നിലവിൽ കടുത്ത മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മൊഴി നൽകാൻ കുടുംബാംഗങ്ങൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ തന്നെ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. വീടിനുള്ളിൽ അദ്ദേഹം എങ്ങനെയായിരുന്നുവെന്നും ആർക്കെങ്കിലും അദ്ദേഹം എന്തെങ്കിലും സൂചനകൾ നൽകിയിരുന്നോ എന്നും അറിയാൻ കുടുംബാംഗങ്ങളുടെ സഹകരണം അത്യാവശ്യമാണ്. മരണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ CJ റോയ് അനുഭവിച്ചിരുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് കർണാടക ആഭ്യന്തരമന്ത്രി G പരമേശ്വരൻ നൽകിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 4 മാസത്തിലേറെയായി റോയ് വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് പുറം ലോകത്തിന് അറിവില്ലാത്ത കാര്യമായിരുന്നു. മരണത്തിന് തൊട്ട് തലേദിവസം പോലും അദ്ദേഹം ജയനഗറിലെ ഒരു പ്രമുഖ സൈക്യാട്രിസ്റ്റിനെ കണ്ടിരുന്നു. 9 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. തൻ്റെ കുടുംബത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ടും ഫൈനൽ സ്റ്റെപ്പ് എടുക്കാൻ താൻ നിർബന്ധിതനാകുകയാണെന്നും അദ്ദേഹം അതിൽ കുറിച്ചിരുന്നു. ആത്മവിശ്വാസത്തിൻ്റെ പര്യായമായി അറിയപ്പെട്ടിരുന്ന ഒരു ബിസിനസ്സുകാരൻ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയതിന് പിന്നിലെ മാനസിക സംഘർഷങ്ങൾ SIT വിശദമായി പരിശോധിക്കുന്നുണ്ട്. മരണദിവസം ഓഫീസിലുണ്ടായ സംഭവ വികാസങ്ങൾ വളരെ നാടകീയമായിരുന്നു. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് തൻ്റെ അമ്മയോട് സംസാരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. മാനേജിംഗ് ഡയറക്ടർ TA ജോസഫിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ട ശേഷം റോയ് തൻ്റെ ക്യാബിനിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു. ആരെയും അകത്തേക്ക് വിടരുതെന്ന കർശന നിർദ്ദേശം അദ്ദേഹം സെക്യൂരിറ്റി ജീവനക്കാർക്ക് നൽകിയിരുന്നു. പിന്നീട് വിളിച്ചിട്ടും പ്രതികരണമില്ലാതായതോടെ വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന റോയിയെ ജോസഫും മറ്റുള്ളവരും കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈസൻസുള്ള തോക്കിൽ നിന്ന് തന്നെയുള്ള വെടിയേറ്റാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. എന്നിരുന്നാലും ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അയച്ച കത്തിലൂടെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആദായ നികുതി വകുപ്പ് കേന്ദ്രത്തിന്റെ കീഴിലായതിനാൽ അന്വേഷണത്തിന്റെ കാര്യത്തിൽ അന്തിമ
അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ധനമന്ത്രിയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അടുത്തിടെയുണ്ടായ തിരിച്ചടികൾ റോയിയെ വല്ലാതെ ഉലച്ചിരുന്നു. ചില വൻകിട പ്രോജക്റ്റുകൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകാതിരുന്നതും നിക്ഷേപം നടത്തിയവർ പണം തിരികെ ആവശ്യപ്പെട്ട് നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയതും അദ്ദേഹത്തെ വലിയ പ്രതിസന്ധിയിലാക്കി. റോയിയുടെ ഭാര്യയുടെ മൊഴി ഈ കേസിൽ നിർണായകമാകും. സാധാരണക്കാരായ ഒട്ടേറെ നിക്ഷേപകർ പണം നൽകിയ പ്രോജക്റ്റുകളുടെ ഭാവി എന്താകും എന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കൊച്ചിയിലെത്തുന്ന SIT സംഘം IT ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം നടത്തും. റോയിയുടെ മരണം കേവലം ഒരു വ്യക്തിയുടെ നഷ്ടമല്ല, മറിച്ച് ദക്ഷിണേന്ത്യയിലെ ബിസിനസ് ഘടനയിൽ വലിയ ചലനങ്ങളുണ്ടാക്കുന്ന ഒന്നാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു സംരംഭകൻ എന്തിനാണ് ആത്മഹത്യ തെരഞ്ഞെടുത്തത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. കടുത്ത നികുതി പരിശോധനകൾ, സാമ്പത്തിക ലാഭനഷ്ടങ്ങൾക്കിടയിലെ മാനസിക സമ്മർദ്ദം, സമൂഹത്തിന് മുന്നിൽ കാത്തുസൂക്ഷിക്കേണ്ട പ്രതിച്ഛായ എന്നിവയൊക്കെ ഒരു മനുഷ്യനെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കുമെന്ന് ഈ സംഭവം കാണിച്ചു തരുന്നു. ബിസിനസ് വിജയങ്ങൾക്കിടയിലും സ്വന്തം മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയ ഒരു പ്രതിഭയുടെ കഥയാണിത്. അന്വേഷണം പൂർത്തിയാകുന്നതോടെ റോയിയുടെ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും മരണത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചും കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. CJ റോയിയുടെ ഈ ദാരുണമായ അന്ത്യം വ്യവസായ ലോകത്തിന് നൽകുന്ന പാഠം വളരെ വലുതാണ്. സാമ്പത്തിക ഭദ്രതയും പ്രശസ്തിയും മാത്രം ഒരാളുടെ ജീവിതം സുരക്ഷിതമാക്കില്ലെന്നും മാനസികമായ സമാധാനം ഏതൊരു വിജയത്തെക്കാളും പ്രധാനമാണെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ SIT നടത്തുന്ന തെളിവെടുപ്പുകൾ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പല അണിയറ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവന്നേക്കാം. ദുബായിലെ അദ്ദേഹത്തിൻ്റെ നിക്ഷേപങ്ങളും കേരളത്തിലെ പൂർത്തിയാകാത്ത പദ്ധതികളും എല്ലാം ഒരുപോലെ നിരീക്ഷണത്തിലാണ്. ഈ കേസിൻ്റെ അന്തിമ റിപ്പോർട്ട് റിയൽ എസ്റ്റേറ്റ് നിയമങ്ങളിലും നിക്ഷേപകരുടെ സംരക്ഷണത്തിലും പുതിയ മാറ്റങ്ങൾക്ക് വഴി തുറന്നേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.